എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ കഥാനായികയാണെങ്കിൽ നല്ല സന്തോഷി ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ എന്തിനാ അത്ര സന്തോഷി വരുന്നെന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഞാനും ഡ്രേക്ക് പാൽമയും തമ്മിൽ റിലേഷനായി, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾ റിലേഷൻ ആയോ ഇത്ര പെട്ടെന്നോ? ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവൻ നിന്നോട് അങ്ങനെ പറഞ്ഞതായിരിക്കും. നീ ഒട്ടും അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വന്ന പാടനെ നിന്നെ അവൻ റിജക്റ്റ് ചെയ്യാൻ പോകുന്നത് നീ കണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു പാരൻസ് വരെ പിടിച്ചപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാരാന്നുള്ള കാര്യം. ഇപ്പോൾ ഗേൾ ഫ്രണ്ട് ആണ്, എത്രയായി നിങ്ങൾ റിലേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടെന്ന് ഫാദർ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ജസ്റ്റ് 5 മിനിറ്റ് ആയിട്ടുള്ളൂ, എന്നാലും ഞങ്ങൾ ലൈഫ് ലോങ് ഒന്നിച്ചിട്ടുണ്ടാവും, ഞങ്ങൾ അത്രയും നല്ല കപ്പിൾസാണ്, നല്ല ജോഡിയാന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയാണ് നമ്മുടെ ആലിസ് നമ്മുടെ ഡ്രേക്കിനെ നോക്കി സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ ഒന്നും പറയുന്നില്ല കേട്ടോ, അവനൊന്നും പറയാനുള്ള അവസരം കൊടുക്കുന്നില്ല നമ്മുടെ പുള്ളിക്കാരി. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് അവനൊന്നും പറയാതെ എന്നുള്ള രീതിയിലാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ നല്ല സന്തോഷം, ഇവനൊരു കാര്യം പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നല്ലോ. ഇവരുടെ പാരൻസ് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പാരൻസിനാണെങ്കിൽ നമ്മുടെ ഡ്രേക്ക് പാൽമർ റിലേഷൻ ആവണമൊക്കെ നല്ല സന്തോഷം, അവിടെ പിന്നെ സ്വാഭാവികമാണല്ലോ. അങ്ങനത്തൊക്കെ പറഞ്ഞിട്ട് അവളവിടെ നിന്ന് ടാറ്റ കൊടുത്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ അതൊന്നും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ വന്നിട്ട് പറയുമ്പോൾ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അവൾ കളിയാക്കുന്നുണ്ട്, ഇതൊക്കെ ചുമ്മാണ്, അവൻ എന്തായാലും വന്ന് അങ്ങനെ നിന്നെ റിജക്റ്റ് ആക്കുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, റിജക്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നീ എനിക്ക് ചിലവ് തരുമോ എന്നുള്ള രീതിയിൽ. ഡ്രേക്ക് പാൽമർ ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിൻ്റെ അടുത്തേക്ക് ആദ്യം വന്നിട്ട് നിന്നെ റിജക്റ്റ് ആക്കുന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഡ്രേക്ക് പാൽമർ നീ നിന്നെ മൈൻഡ് ആക്കാതെ അവിടെ പോയി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവും കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വിചാരിച്ച പോലെ തന്നെ അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഉറക്കനെ പറയുന്നുണ്ട്, അല്ല ഡ്രേക്ക് പാൽമർ ഞാനൊരു റിലേഷനാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള രീതിയിൽ ഉറക്കെ പറയുമ്പോൾ ക്ലാസ്സിൽ എല്ലാവരും അത് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഡ്രേക്ക് പാൽമർ ഇവളും റിലേഷനിലോ? അയ്യേ, ഡ്രേക്ക് പാൽമർ എന്ത് ഉദ്ദേശിച്ചാണ് ഇവൾ റിലേഷൻ ആക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചർച്ചയും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഡ്രേക്ക് പാൽമർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. ഇവരിങ്ങനെ നോർമലി ക്ലാസ്സിലേക്ക് സാധാ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ കൂട്ടുവായും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ അവൻ്റെ ബെഞ്ചിൽ പോയിട്ട് കിടക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ ഇവളെ മൈൻഡ് ചെയ്യാതെ അവിടെ പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, കാരണം എന്തായാലും ചിലവ് കൊടുക്കണം കഫറ്റീരിയയിൽ പോയിട്ടുള്ളത്. അങ്ങനെ ഇവൾ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് അണിഞ്ഞൊരുങ്ങി വരുന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ ആയൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, സോ അവൾ ചെറിയൊരു ബെറ്റ് വെച്ചതല്ലേ, സോ ആ ചിലവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഡ്രേക്ക് പാൽമറിന് പിന്നാലെ നമ്മുടെ കെയും കൂടെ പോകുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന കണ്ടിട്ടാണെങ്കിൽ ഇവർക്കാണെങ്കിൽ സമാധാനം ഇല്ല കേട്ടോ. സോ ഇവർ എന്ത് സംസാരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഇവരെ പിന്നാലെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആയും അതുപോലെ തന്നെ ആലിസും ആണെങ്കിൽ ഇവർ എന്താ സംസാരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചോദിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നത് ഇവർ ഇങ്ങനെയാണ് ചുണ്ടാണ്, നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവില്ല. ആ സമയത്തായിരുന്നു ഷീൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ജസ്റ്റ് മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള രീതിയിൽ. അപ്പം ഇവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമ്മുടെ കെയും അതുപോലെ തന്നെ ഡ്രേക്ക് പാൽമർ നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, അത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഷീന് നല്ലപോലെ സങ്കടപ്പെടുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആലിസിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ആലിസ് ആണെങ്കിൽ മനസ്സിൽ തന്നെ വിചാരിക്കുന്നുണ്ട്, ഈ ഷീനെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല, അവന് വേണ്ടിയാണ് എന്ത് ചെയ്യാൻ തയ്യാറാണ് എന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇവരെല്ലാവരും കൂടെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണെങ്കിൽ പറഞ്ഞത്, നീ എന്താ വേണമെന്ന് സംസാരിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും റിലേഷൻ ആണെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ലേ നമ്മൾ രണ്ടുപേരും റിലേഷൻ അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ഡ്രേക്ക് പാൽമറിനോട് ചോദിക്കുമ്പോൾ ആന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അവൾ അവിടെ സ്റ്റോപ്പ് ഇട്ട് അത് യാന്ന് പറയുന്നുണ്ടല്ലോ, സോ ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആണ്, സോ നീ ഇവിടുന്ന് വേഗം പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആലിസ്. അപ്പോൾ ആലിസ് ആണെങ്കിൽ അവനോട് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, ഇത് ജസ്റ്റ് നമ്മുടെ കേൻ്റെയും അതുപോലെ തന്നെ ഷീൻ്റെയും മുന്നിലുള്ള ഒരു നാടകം മാത്രമാണ്, എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ലവോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾ അതിനനുസരിച്ച് മാത്രം നിന്നാൽ മതി, കൂടുതലായിട്ട് എൻ്റെ അടുത്ത് അധികാരവും കാര്യങ്ങളൊന്നും എടുക്കാൻ വരണ്ട, സോ ഇത് നിങ്ങൾക്ക് ഒരു മനപ്പാടായിക്കോട്ടെ എന്നുള്ള രീതി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവനാണെങ്കിൽ കൂടെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ഇവനൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എണീറ്റ് പറയുന്നുണ്ടായിരുന്നു, അയ്യേ എനിക്ക് നിന്നെ ഇഷ്ടവും കാര്യങ്ങളൊന്നുമില്ല, നിൻ്റെ ഈ ഒരു അഗ്ലി ഫേസ് കണ്ടിട്ട് ഇങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാനാണ്, അയ്യേ നീ അതൊന്നും വിചാരിച്ച് പേടിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടമായി, കാരണം ഇവളെ കുറിച്ചിട്ട് ആരും ഇങ്ങനെ അഗ്ലി ഫേസ് ആണെന്നുള്ളതൊന്നും പറയുന്നുണ്ടായിരുന്നല്ലോ. ഇവളാണെങ്കിൽ അവന് ഓരോ ഇങ്ങനെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നേരെ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ ഒരു ഫേസ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അയ്യോ ഞാൻ അഗ്ലി ആണോ, എൻ്റെ ഫേസ് ഇത്ര മോശമാണോ, എൻ്റെ ഫാമിലിയിൽ ആരും ഇത്ര അഗ്ലി ആയെന്നുള്ള ആരും പറഞ്ഞിട്ടില്ല, എൻ്റെ ഫാമിലിയിൽ ആരും അങ്ങനെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവളും കൂടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവരാണെങ്കിൽ ക്ലാസ്സിലിരിക്കുകയാണ്. ആലിസ് ആണെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ സാറ് പഠിപ്പിക്കുന്നൊന്നും നമ്മുടെ ആലിസിൻ്റെ തലയിൽ കയറുന്നില്ല. അവളാണെങ്കിൽ എന്തോന്ന് ഇതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ ഡ്രേക്ക് പാൽമർ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ക്ലാസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നത്. സാറാണെങ്കിൽ ലേറ്റ് ആയില്ല, കുഴപ്പമില്ല, വേഗം പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇവ ഇത്തിരി പഠിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവൻ എത്രയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനാണ് അങ്ങനെ നേരം വൈകി വരുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. ഈ ട്രാൻസ്ഫർ ആയ സ്റ്റുഡൻറ്റ് ആയതുകൊണ്ടാണോ, ഇന്ന് വേറെ സ്കൂളിലേക്ക്
ട്രാൻസ്ഫർ ആയിട്ട് അവിടെ കുറച്ചിങ്ങനെ കാട്ടിക്കൂട്ടി നടക്കാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഒരു സഡൻ ആയിട്ടുള്ളൊരു എക്സാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവളാണെങ്കിൽ ആകെ കിളി പോയി എക്സാമും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഡ്രേക്ക് പാൽമ എഴുതി കഴിഞ്ഞിട്ട് ആ ക്ലാസ് റൂമിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ആയൻ്റെയും കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആയ ഇങ്ങനെ അയ്യോ എൻ്റെ എക്സാം കഴിഞ്ഞേ, അയ്യോ അടിപൊളിയാണേ എന്നുള്ള രീതിയിലൊക്കെ ചാടി തുള്ളി കളിച്ച് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ആലിസിൻ്റെ മുടിയൊക്കെ ആണെങ്കിൽ നല്ല കോലം കെട്ടിയിരിക്കുക കേട്ടോ. ആലിസിന് ടാറ്റൊക്കെ കൊടുത്തിട്ടാണ് ആയ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നമ്മുടെ ആലിസിനാണെങ്കിൽ ഒട്ടും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഓള് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ എക്സാമിനെ കുറിച്ചിട്ടും നമ്മുടെ ഡ്രേക്കിനെ കുറിച്ചിട്ടൊക്കെ അവർ സംസാരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ കെയും അതുപോലെ തന്നെ ഷീനും കൂടെ പോകുന്നുണ്ടായിരുന്നത്. നമ്മുടെ കെൻ്റെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഷീന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ ഇവന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? ഇവനാണെങ്കിൽ കെൻ്റെ പിന്നാലെ പോവില്ല, നീ ഇവിടെ ഇരിക്കുന്ന കാര്യം പോലും മൈൻഡ് ആക്കിയിട്ടില്ല, പിന്നെ എന്തിനാണ് നീ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ അവളും ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അവരിപ്പോൾ ഏകദേശം സെറ്റായ പോലെ ആയില്ല, എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഒന്നാമതേ അവർ ബ്രേക്കപ്പ് ആയതില്ലായിരുന്നു, പിന്നെ ഞാനാണല്ലോ ഇങ്ങനെ ഇതുവരെ കൊണ്ടെത്തിച്ചെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓരോ കാര്യങ്ങളും ഡ്രേക്കിനെ ഇങ്ങനെ സെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ സംസാരിച്ച് പരസ്പരം അങ്ങോട്ട് ട്രോളുന്നുണ്ടായിരുന്നു. നേരത്തെ ഡ്രേക്ക് പാൽമ പറഞ്ഞില്ല ഇവിടെ അഗ്ലിയ എന്നുള്ള കാര്യം. അങ്ങനെ ആ കാര്യമൊക്കെ ഇവിടെ ആയനോട് പറയുമ്പോൾ സ്വാഭാവികം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ, സോ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, നീ എന്നോട് ഇങ്ങനെ പറയുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു കശപിശയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടായിരുന്നു. അതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു വൈബിൽ അത് അവർ എടുക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മുടെ ഡ്രേക്കിൻ്റെ ഫാദർ വരുന്നുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. സോ കാറും അതിനുള്ളിൽ ഡ്രേക്ക് പാൽമയും അതുപോലെ തന്നെ കത്രീനയൊക്കെ ഉണ്ടായിരുന്നു. സോ അവരെ ഒരുമിച്ച് പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരുമിച്ച് വരുന്നുണ്ടോയെന്ന്. പാലിസ് പറയുന്നുണ്ട് ഇല്ല. അപ്പോൾ പക്ഷേ മറ്റവളാണെങ്കിൽ ആണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവരോടൊപ്പം പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആണെങ്കിൽ വേഗം തന്നെ ഓടി ചെല്ലുന്നുണ്ട്. അതിനുള്ളിലാണെങ്കിൽ ഡ്രേക്ക് പാൽമയുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മൂന്ന് പേരും കൂടി ചേർന്നിട്ട് കുത്തിയിരുന്നിട്ടാണ് വണ്ടിയിൽ പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവരിങ്ങനെ ഒരുപാട് നേരം യാത്ര ചെയ്തിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇങ്ങനെ ചീറുന്നുണ്ടായിരുന്നു, എന്തോ കൊണ്ട് ഞെട്ടിയിട്ട്. അപ്പോൾ അവളാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ഇവർ പരസ്പരം മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രേക്ക് പാൽമ അതുപോലെ തന്നെ കത്രീനെ പരസ്പരം നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ടായിരുന്ന കാര്യം ഇവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇനി നമ്മുടെ ഡ്രേക്ക് പാൽമ കേട്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കിയോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ആണെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടെങ്കിലും ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നേരെ അവിടെ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര അയ്യോ ഇത്രയും ഫുഡ് ഉണ്ടോ, അയ്യോ എനിക്ക് ഭയങ്കര ഫുഡ് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഭയങ്കര ഓവർ ആവുന്നുണ്ടായിരുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ പോയ ഫ്രീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടില്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ ആലിസിനെ നല്ല രീതിയിൽ തന്നെ നാണം കെടുത്തുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഡാഡും നല്ല രീതിയിൽ തന്നെ ചിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് ഡ്രേക്ക് പാൽമയുടെ മോൻ മരിച്ചത്, എന്താണ് ഇങ്ങനെ നിങ്ങൾ റിലേഷനായിട്ടൊക്കെ എത്രയേ ആ രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഡ്രേക്ക് പാൽമയ്ക്ക് 12 വയസ്സാകുമ്പോഴായിരുന്നു അവൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റീസെൻ്റ്ലി ഈ ഇടായിട്ടാണ് ഞങ്ങൾ റിലേഷനും കാര്യങ്ങളൊക്കെ ആയത്, എനിക്ക് നല്ലൊരു വൈഫിനായിട്ട് കിട്ടി, സോ കത്രീനെ കിട്ടി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആയയുടെ സ്പൂണും കാര്യങ്ങളും താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അടിയിൽ നിന്ന് എണീച്ച് വരുമ്പോൾ ഭയങ്കര നെറ്റ് രീതിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ ആകെ കൺഫ്യൂഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ആലിസ് ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടാണെങ്കിൽ മോമിനോടും കടനോടും ഇങ്ങനെ പോയ സംഭവങ്ങളൊന്നും പറയുന്നില്ല. അവർ ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെയായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്താണെന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ബോയ് ഫ്രണ്ടും കാര്യങ്ങളും ഇപ്പോൾ ഒന്നല്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ പറയുന്നത് അല്ല, ഇപ്പോൾ ആണെങ്കിൽ കൂടെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട, അത് നിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെതാണ്, ആ രീതിയിൽ കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ ആലിസിൻ്റെ ഫോണിലേക്കാണെങ്കിൽ നമ്മുടെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി റിയാക്ട് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇങ്ങനെ ചീർന്നുണ്ടായിരുന്നു. അപ്പോൾ പാരൻസ് ചോദിക്കുന്നുണ്ട് എന്തെന്ന്. അപ്പോൾ ആ ഒരു ചിൽ മൂഡിൽ തന്നെ ഒന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലാസ്സിൽ വന്നിട്ടാണെങ്കിൽ നമ്മുടെ ആലിസ് വന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ നീ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് നീ ഈ ഒരു കാണിച്ചത് എനിക്ക് മെസ്സേജ് അയച്ച കാര്യം ആലോചിച്ച് എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ഡ്രേക്ക് പാൽമയും അതുപോലെ തന്നെ കത്രീനയും പരസ്പരം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു നമ്മുടെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവർ ആകെ കൺഫ്യൂഷനിലാണ്. അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഫുഡ് വാങ്ങിച്ച അങ്കിളല്ലേ, ആ അങ്കിളിനെ നമ്മളിങ്ങനെ പറ്റിക്കുന്നത് ശരിയാണോ, അങ്കിളിനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൾ പറയുന്നുണ്ട്, ആലിസ് പറയുന്നുണ്ടായിരുന്നു നിനക്ക് വേണമെങ്കിൽ പോയി പറഞ്ഞോ, ഞാൻ പറയുന്നില്ല ഇനി വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ, സോ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പോയി പറഞ്ഞാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവൾ ക്ഷീണം കൂടെ അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവൾക്കാണെങ്കിൽ ആകപ്പാടെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ. ഡ്രേക്ക് പാൽമ ഇങ്ങനത്തെ ഒരാളായിരുന്നു, അവനെക്കുറിച്ച് ഒരു കാര്യങ്ങളും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നത്തെ പീരീഡ് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ കുക്കിംഗ് പീരീഡാണ്, ലൈക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കേക്കും മെയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണ്. രണ്ടുപേരടങ്ങുന്ന ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആലിസിൻ്റെ ടീമിൽ വന്നത് വേറെ ആളുള്ള ഡ്രേക്ക് പാൽമയാണ്. ഡ്രേക്ക് പാൽമ പഠിത്തത്തിൽ മാത്രമേ ഒരു മുന്നിലുള്ളൂ. സോ ഇതിലെന്തായാലും അവൻ വേണ്ടാന്നുള്ള രീതിയിൽ അവൾ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല രീതിയിൽ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഡ്രേക്ക് പാൽമ ആണെങ്കിൽ ഫോണിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ നല്ല രീതിയിൽ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, നല്ല പ്രൊഫഷണൽ ആയിട്ട് തന്നെ നല്ല വൃത്തിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ ഡ്രേക്ക് പാൽമ അവളിങ്ങനെ പിടിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങോട്ട് താന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ
ഞാൻ ഉണ്ടാക്കിയേക്കേണ്ടി നിനക്ക് എന്താ അവകാശം, നീ ഇവിടെ ഫോൺ കളിച്ചിരിക്കലായിരുന്നു, പിന്നെ നീ എന്ത് ഇതിലാണ് പറയുന്നത് പറഞ്ഞാൽ രണ്ടുപേരും കൂടി കേക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആവുന്നു. അങ്ങനെ ആ കേക്ക് ആണെങ്കിൽ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഒരു ഇത്രയും നേരം നമ്മുടെ ആലിസ് കഷ്ടപ്പെട്ടതിന് ഒരു കാര്യം ഉണ്ടാവാതെ അങ്ങനെ എനിക്ക് ഇവിടെ പറയുന്നുണ്ട്, നീ ഇനി ആ കേക്ക് നീ എൻ്റെ കൂടെ ഒന്ന് മാർക്ക് കുറയ്ക്കില്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നീ എങ്ങോട്ട് എങ്ങനെ കുറഞ്ഞു പോകുന്നത്, നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് കേക്ക് ഉണ്ടാക്കാം, ഇനി അതിൻ്റെ പേരിൽ വേറെ കുറ്റവും കാര്യങ്ങളൊന്നും വേണ്ട, വന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവൾ ദേഷ്യപ്പെട്ടിട്ട് അവനിങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നു. അവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, വേറെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരസ്പരം രണ്ടുപേരും കൂടെ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യമുണ്ട്, ഞാൻ അങ്ങനെ ഒക്കെ ഉണ്ടാക്കണം, ഇവരാണെങ്കിൽ ക്രെഡിറ്റ് മേടിക്കാൻ നിൽക്കണേ, പഠിത്തത്തിലേ ഇല്ല ഇവൾക്ക് ക്രെഡിറ്റ്, അപ്പോൾ ഇതിലെങ്കിലും ക്രെഡിറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കേക്കും കാര്യങ്ങളൊക്കെ മിസ് ഒന്നും നല്ലതാണ്, പക്ഷേ കുറച്ച് ടൈം ലേറ്റായി, രണ്ടുപേരെ കേക്കും ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ഒരുമിച്ചല്ലേ ചെയ്ത് പറയുമ്പോൾ അല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്ത് പറഞ്ഞിട്ട് ഇവൾക്കാണ് ചീത്ത കേൾക്കുന്നത്. നമ്മുടെ ഡ്രേക്ക് പാൽമയ്ക്ക് ഒരു ചീത്തയും കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ആ കാര്യം ഇവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ബോധർ ചെയ്യുന്നില്ല, ഇവനാണെങ്കിൽ ഫോണിൽ നോക്കി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നൊക്കെ ഇവളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നല്ല ദേഷ്യത്തിൽ ഇവനോട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ചിരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഇവൾക്ക് നല്ല ദേഷ്യവും കാര്യങ്ങളും സഹിക്കാനേ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോളോ ചെയ്ത് പോയപ്പോൾ കണ്ട കാഴ്ച പറയുന്നത്, ഇവനാണെങ്കിൽ ആ കേക്ക് കത്രീനയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു, കിസ് ചെയ്യാൻ പോകുന്ന രീതിയിൽ വരുന്നുണ്ടായിരുന്നു. അവൾ അപ്പം തന്നെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവൾ വിചാരിക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഇവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ, ഈ ഡ്രേക്ക് പാൽമ ഇങ്ങനത്തെ ഒരാളായിരുന്നു, അയ്യോ ഇവനെയാണല്ലോ ഞാൻ അങ്ങനെ പ്രേമിക്കാൻ നടക്കുന്നുണ്ടായിരുന്നത്, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇവങ്ങനെ നടക്കുന്നത്, ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.